ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി ഗ്രാമത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഏകദേശം 700 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഐതിഹ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി സാമ്യം, കാരണം കാശിയിൽ പകുതി കൽപ്പാത്തി എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ്. ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത്. 10 ദിവസത്തെ ഉത്സവത്തിൽ അവസാനിക്കുന്ന 3 ദിവസമാണ് രഥോത്സവം. അലങ്കരിച്ച രഥങ്ങൾ തെരുവിലൂടെ വലിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നു. പാലക്കാടൻ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കാറ്റ് രഥോത്സവത്തിൻ്റെ വരവിനാകുന്ന ആദ്യ ദൂതനാണ് കണക്കാക്കുന്നത്. 1425 AD നിർമ്മിച്ചതെന്ന് വിശ്വനാഥ കൽപ്പാത്തി ക്ഷേത്രം ഭാരതപ്പുഴയുടെ കൈവഴിയായി കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. ഈ ക്ഷേത്രത്തിന് സമീപമായി ലക്ഷ്മി സമേതമായ ഭഗവാൻ നാരായണനും ഗണപതിയും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട്. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ കേരളത്തിലെ ആദ്യകാല തമിഴ് ബ്രാഹ്മണ കൊടിയേറ്റ പ്രദേശങ്ങളാണ്. രഥോത്സവത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. 1. കൊടിയേറ്റ്. രഥോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രങ്ങളിൽ വാസ്തുശാന്തിയും കൊടിയേറ്റവും നടക്കും. 2. രഥപ്രണാമം. തുലാം 28, 29, 30 തീയതികളിൽ വലിയ രഥങ്ങൾ ഗ്രാമത്തിൽ ഗ്രാമപ്രദക്ഷിണം നടത്തും. 3. തേരുമുട്ടി. 4. തേരുകൊട്ട്. രഥോത്സവത്തിൻ്റെ സമയത്ത് ചെണ്ടയിൽ ഒരു പ്രത്യേക തരത്തിൽ പ്രത്യേക താളത്തിൽ കൊട്ടും. ഇതിനെ തേരുകൊട്ട് എന്ന് പറയും. 5. ദേവതാ സംഗമം. ദേവതകളുടെ സംഗമസ്ഥാനത്ത് ഭക്തജനങ്ങളെത്തി രഥങ്ങളെ വലിച്ച് ദേവതകളെ പ്രാർത്ഥിക്കുന്നതാണ് പ്രധാന ആരാധന. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി